എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പാലൈസ് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പാലൈസ് നല്ല ടേസ്റ്റിൽ റെഡിയാക്കിയെടുക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് 1 ലിറ്റർ പാലെടുക്കാം. തിളപ്പിക്കാത്ത പാലാണ്, അതൊന്ന് അല്പം കുറുക്കിയെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാൽ തിളച്ച് അല്പം ഒന്ന് വറ്റി വരുമ്പോൾ പഞ്ചസാര ചേർക്കാം. 1/4 കപ്പാണ് ചേർക്കുന്നത്. അധികം മധുരം കാണില്ല. അല്പം കൂടി വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചേർക്കാം. അല്പം ഒന്ന് തിക്നെസ് വരാൻ വേണ്ടിയാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. എന്നിട്ട് 5 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ആ കോൺഫ്ലോറൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എസൻസ് ചേർക്കാം. വാനില എസൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. അല്പം 3-4 ഡ്രോപ്സ് ആണ് ചേർക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 12 ബദാം ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഐസ്ക്രീം മോൾഡിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നമുക്ക് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതിയാകും. അതിനുശേഷം 5 മിനിറ്റ് പുറത്ത് വയ്ക്കുമ്പോഴേക്കും പതുക്കെ നമുക്ക് ഇളക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.